പുത്തൻപാലത്താണ് അനീഷ് നിൽക്കുന്നത്. പുത്തൻപാലത്ത് അറിയാം, ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ആരവം ഉയരുന്ന ഒരു വേദിയാണ് പുത്തൻപാലത്ത് നടക്കുന്നത്. അങ്ങനെ അത്രമാത്രം ജനങ്ങൾ തടിച്ചുകൂടുന്ന ആ പുത്തൻപാലത്തെ ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. ഒരുപക്ഷെ നിതിൻ പറഞ്ഞതുപോലെ മത്സരത്തിൽ മുഴുകിയിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. അപ്പോൾ അതിനിടയിൽ അവരുടെ പ്രതികരണം തേടുന്നതും വലിയ ചതയാണെങ്കിൽ പോലും. അനീഷ്, എന്താണ് കോഴിക്കോട്ടെ ആരാധകർ പറയുന്നത്? എന്തോ അർജന്റീനയുടെ ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു കളി തന്നെയാണ് ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകകപ്പിൽ ഏറ്റവും കരുത്തരായ ടീമുകളിലൊന്ന്, അല്ലെങ്കിൽ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ശക്തമായ ടീം തന്നെയാണ് സ്വിറ്റ്സർലൻഡ്. അത് അവർ ഈ പ്രീ ക്വാർട്ടറിലും ഒപ്പം കഴിഞ്ഞ നോക്കൌട്ട് റൗണ്ടുകളിലൊന്നും ഗോൾ വഴങ്ങാത്ത ഒരു ടീം കൂടിയാണ്. ആകെ 3 ഗോളാണ് ഇതുവരെ അവർ വഴങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആ കോട്ടയിലാണ് അർജന്റീന കളിയുടെ 10-ാം മിനിറ്റിൽ തന്നെ പിന്നൽ വീഴ്ത്തിയിരിക്കുന്നത്. മെസ്സിക്ക് ഇതുവരെ ഗോളൊന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മക്കാലിസ്റ്റർ ആദ്യ ഗോൾ നേടി അർജന്റീനയുടെ പടയോട്ടം ഇന്നത്തെ ഈ കളിയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പ്രാഥമിക റൗണ്ടുകൾ പോലുമല്ല ഗോൾ നേടുന്നത്. അങ്ങേയറ്റം ദുഷ്കരമായ ഒരു റൗണ്ടാണ് ക്വാർട്ടറും മറ്റുമൊക്കെ. ഒപ്പം പല കളികളും ടൈം ബ്രേക്കറിലേക്കും എക്സ്ട്രാ ടൈമിലേക്കും ഒക്കെ മാറുന്ന ഒരു കാഴ്ച. അധിക സമയത്തൊക്കെയാണ് പലപ്പോഴും കളി തീരുന്നത്. അതുകൊണ്ട് നിശ്ചിത സമയത്തിൽ തന്നെ കളി തീർക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാവും ഇത്തവണ അർജന്റീന നോക്കുക. അതുകൊണ്ട് പ്രതിരോധം കാര്യമായി തന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു. ഡീപ്പോളൊക്കെ അടക്കമുള്ളവർ അത്യധ്വാനം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കളിയുടെ ഈ നിമിഷം വരെ കളിയുടെ കടിഞ്ഞാണ് അർജന്റീനയുടെ പക്കൽ തന്നെയാണ്. ഇനി ഒരു ഗോൾ കൂടി നേടി ഇടവേളയ്ക്ക് പിരിയുക, അല്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം എത്തി ഒരു ഗോൾ കൂടി നേടുക എന്ന ഒരു ലക്ഷ്യമാവും. കാരണം അല്ലെങ്കിൽ ഒറ്റ ഗോളിൻ്റെ ലീഡിന് അവസാന നിമിഷം വരെ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ആളുകളൊക്കെ ഈ ആകാംക്ഷ ഭരിതരായി തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ കളിയിലെ പോലെ വലിയ ചങ്കിടിപ്പോട് കൂടിയൊന്നും കാണേണ്ട ഒരു കളി അല്ല എന്ന് നമുക്ക് ഈ ഘട്ടം വരെ പറയേണ്ടി വരും. 1-0 അർജന്റീന മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ രീതിയിൽ തന്നെ കളി മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിലാണ് പുതിയ പാലത്തെ ആരാധകരുള്ളത്. വലിയ ഒരു ആരാധകരുടെ കൂട്ടം തന്നെ പതിവ് പോലെ ഇന്നും അർജന്റീനയുടെ കളി കാണാൻ പുതിയ പാലത്തെത്തിയിട്ടുണ്ട്. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഗോൾ വീടുന്നുണ്ട്. അതിൻ്റെ വലിയ ആവേശവും ആഘോഷവും എത്തിയിട്ടുണ്ടായിരുന്നു. വരും മണിക്കൂറുകളിൽ പൂർണ്ണമായും കളി അർജന്റീനയുടെ തന്നെ നിയന്ത്രണത്തിലാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ ആരാധകർ ഉള്ളത്. എന്തോ റൈറ്റ്, അനീഷ് സൂചിപ്പിച്ച പോലെ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. ആരാധകർ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അർജന്റീനയുടെ ആരാധകർ അവരുടെ ഒരു ആകാംക്ഷ കാണാൻ മുഖത്ത്. ഇത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോഴിക്കോട് തിങ്ങി നിറഞ്ഞ് വളരെ മണിക്കൂറുകൾ മുമ്പേ തന്നെ വന്നിരുന്നാൽ മാത്രമേ ആ കസേരയിലൊക്കെ ഒരു ഇരിപ്പിടം ഉറപ്പാക്കാൻ കഴിയൂ. അത്രമാത്രം തിരക്കനുഭവപ്പെടുന്ന ഒരു മത്സരം കാണുന്ന വേദിയാണത്. പുത്തൻപാലത്തെ ആ വേദി ഈ ലോകകപ്പിൽ ഇതിനോടകം വൻ ഹിറ്റാണ്. അവിടുത്തെ ദൃശ്യങ്ങൾ വൻ വൈറലാണ്. അങ്ങനെ ഒരുപാട് ആരാധകർ അർജന്റീനയ്ക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അർജന്റീനയുടെ ജയം കാത്ത്, അർജന്റീനയുടെ ഗോളടികൾ കാത്ത്. അർജന്റീന നല്ല ആദ്യ സമയത്ത് തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്ത് അവിടുത്തെ ആരാധകരെ ത്രസിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ആരാധകരെ. അത് ലയണൽ മെസ്സിയുടെ അസിസ്റ്റാണ്. ലയണൽ മെസ്സിയുടെ ഒരു കോർണർ കിക്കിലൂടെ അത് വളരെ ഭംഗിയായി തന്നെ മക്കലിസ്റ്റർ അർജന്റീനയെ മുന്നിലെത്തിച്ചു ഹെഡർ ഗോളിലൂടെ. മക്കലിസ്റ്ററിൻ്റെ ഹെഡർ ഗോളിൽ അർജന്റീന ഇപ്പോൾ ഒരു ഗോളിൻ്റെ ലീഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സ്വിറ്റ്സർലൻഡിനായിട്ടുള്ള പോരാട്ടത്തിൽ. വളരെ കൗതുകത്തോടെ നിശബ്ദമാണ് അവിടെ. ഓരോ നീക്കങ്ങളും ആവേശത്തോടുകൂടി ആകാംക്ഷാഭരിതരായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഫുട്ബോൾ ആരാധകരെ അവർ ഈ രാത്രിയിൽ ഒത്തുകൂടിയതാണ്. ഇംഗ്ലണ്ട് നോർവേ മത്സരത്തിൻ്റെ ഫലം കാത്ത് ആ സമയം മുതൽ 2:30 മുതൽ അവിടെ ഒത്തുകൂടിയ ഫുട്ബോൾ ആരാധകരാണ്. ആ ആരാധകർക്ക് ഇന്ന് ഞായറാഴ്ച ദിവസത്തിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അവധി ദിവസമായതിൻ്റെ ഒരു ആനുകൂല്യം കൂടി അവർ അനുഭവിക്കുന്നു. എന്നാണെങ്കിലും അർജന്റീനയുടെ മത്സരത്തിൽ സ്ക്രീനിലേക്ക് വളരെ കൗതുകത്തോട് എത്തി നോക്കുന്ന വനിതാ സ്ത്രീ ആരാധകർ. ചിലരുടെ മുഖത്ത് ഉറക്കക്ഷീണം കാണാം. അർജന്റീനയുടെ ചില നീക്കങ്ങളെ പ്രതീക്ഷയോടെ അവർ നോക്കുകയാണ്. മുഖത്തെ റിയാക്ഷനൊക്കെ തന്നെ അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം അവർ ഈ മത്സരത്തെ ആസ്വദിക്കുന്നത്, മത്സരത്തിൽ അവർ കാണുന്നുണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം ആദ്യ പകുതിയിലേക്ക് ഏറെക്കുറെ പൂർണ്ണമാകാൻ പോകുന്നു. ആദ്യ പകുതിയിൽ ഇപ്പോൾ തന്നെ 41 മിനിറ്റുകൾ പിന്നിടുകയാണ്. 41 മിനിറ്റ് പിന്നിടുമ്പോഴും ഒരു ഗോളിൻ്റെ ലീഡ് മാത്രമാണ് അർജന്റീന സ്വന്തമാക്കിയത്. അർജന്റീനയുടെ ആ 1-0 ലീഡിൽ അർജന്റീന നിൽക്കുകയാണ്. പക്ഷേ നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ ഒരു ഗോളിൻ്റെ ലീഡിൽ അത് തുടരുക പ്രയാസകരമാണ്. അത് ഉണ്ടാകില്ല എന്ന് കരുതുകയും ചെയ്യാം.